കാസർഗോഡ് ഉദുമ മുൻ എംഎൽഎ കെ കുഞ്ഞിരാമന്റെ വീട്ടുമുറ്റത്തു നിന്ന ചന്ദനമരം മോഷണം പോയി. 30 വർഷം പഴക്കമുള്ള മരമാണ് മോഷ്ടിച്ചത്. CCTVയിൽ മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. 4 വർഷം മുൻപും ഇവിടെ നിന്ന് ചന്ദനമരം മോഷണം പോയിരുന്നു. ബേക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇതൊരു 10-30 വർഷത്തിൽ കൂടുതൽ മൂപ്പുള്ള മരമാണ്. വീട്ടിൻ്റെ മുറ്റത്തന്നായതുകൊണ്ട് ഞങ്ങളതിന് മറ്റേ തെങ്ങിനൊക്കെ വെള്ളവും വളവും കൊടുക്കുമ്പോൾ അതിനും കൊടുക്കുമായിരുന്നു. അങ്ങനെ നല്ല വളർന്ന് കിട്ടിയതിൻ്റെ ഫലമായി നന്നായി ഉഷാറായി വളർന്ന ഒരു മരമായിരുന്നു. നല്ല തടി വെച്ചിരുന്നു. നല്ല കാതലുമുണ്ട്. അതിന് മുറിച്ച കുറ്റി കണ്ടാൽ മനസ്സിലാകുന്നില്ല. നല്ല കാതലിലെ മരമാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 4 മണിക്കാണ് ഈ സംഭവം എന്ന് CCTV പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. 3:50 മുതൽ 4:20 വരെ 20 മിനിറ്റിനകത്താണ് ഈ സംഭവം എല്ലാം നടന്നിട്ടുള്ളതായി മനസ്സിലാക്കുന്നു. മുഖംമൂടി കൂട്ടൊക്കെ ധരിച്ചിട്ടാണ് കക്ഷികൾ വന്നിട്ടുള്ളത്. അവരെ പോലീസുകാരും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. അത്ര നന്നായി കാര്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. പാലക്കാട് പട്ടാമ്പി കൊണ്ടൂർക്കരയിൽ ലോറി മറിഞ്ഞു. കരിങ്കല്ലുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ വശം ഇടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു. വീടിന്റെ മതിൽ തകർന്നു. വീടിന് കേടുപാടുകളില്ല. കോഴിക്കോട് കട്ടിപ്പാറ കോളിക്കൽ ആര്യംകുളത്ത് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലുള്ള വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കാണ് അപകടം. കട്ടിപ്പാറ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറാണ് റോഡിനരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞത്. തേക്കുംതോട്ടം സ്വദേശികളായ 2 വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡരികിലെ 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പാലക്കാട് ധോണിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരനെ ഒറ്റയാൻ ചവിട്ടിക്കൊന്നു. ധോണി സ്വദേശി ശിവരാമനാണ് കൊല്ലപ്പെട്ടത്. സംഭവം വനം വകുപ്പിനെ അറിയിച്ച നാട്ടുകാരോട് എന്തിന് രാവിലെ നടക്കാനിറങ്ങിയെന്ന് ചോദിച്ചത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി. വന്യമൃഗശല്യം തടയണമെന്നും മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ആവശ്യമിട്ട് CPM പാലക്കാട് DFO ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ തീരുമാനമായി. ഇന്ന് രാവിലെ സുഹൃത്തുക്കളോടൊപ്പം പ്രഭാത സവാരിക്കിറങ്ങിയപ്പോഴാണ് ധോണി പയറ്റാംകുന്നിൽ പ്രദേശവാസിയായ ശിവരാമൻ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. തുടർന്ന് പാടത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്നെത്തിയ കാട്ടാന ചവിട്ടി കൊല്ലുകയായിരുന്നു. 5 ഞങ്ങൾ ഒരുമിച്ച് 9 ആൾ കൂടി നടക്കാൻ വരികയായിരുന്നു. അവർ രണ്ടാളും മുമ്പിൽ ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ പാസ് ചെയ്ത് പോകുമായിരുന്നു. ഞങ്ങൾ പുറയിലുണ്ട്. ആനയുടെ നിലവിളി കേട്ടിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ആന പൊളിക്ക് കുത്തിയാനുള്ള പാടത്തിട്ടിരിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ വേണ്ടി പാടത്തേക്ക് ചാടി ആന ചവിട്ടി ആന കൊന്നിട്ട് ആന ഓടി. അവർ തൊള്ളിയിട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ അവനവിടെ കയ്യിൽ പിടിച്ചിരുന്നു. സംഭവം വനം വകുപ്പിനെ അറിയിച്ചപ്പോൾ എന്തിന് നടക്കാനിറങ്ങിയെന്ന് ചോദിച്ചത് പ്രതിഷേധത്തിന് കാരണമായി. ആള് മരണപ്പെട്ട് കിടക്കുമ്പോ റോട്ടിലൂടെ നീ എന്തിനു നടന്നു എന്ന് ചോദിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണം. 2-3 സ്ഥലത്തായിട്ട് ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ 2-3 വട്ടം ഉപരോധിക്കാൻ നോക്കിയതാണ്. ഇതിന് നടപടികൾ വ്യക്തമായിട്ട് കിട്ടുന്നില്ല. തുടർന്ന് CPMന്റെ നേതൃത്വത്തിൽ പാലക്കാട് DFO ഓഫീസ് ഉപരോധിച്ചു. BJP പ്രവർത്തകർ ഒലവക്കോട് ധോണി റോഡും ഉപരോധിച്ചു. മലമ്പുഴ MLA A പ്രഭാകരൻ, പാലക്കാട് DFO, RDO എന്നിവർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റാമെന്നും മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ഇന്ന് തന്നെ ആ ആക്ഷനിലേക്ക് പോകും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ്. ആ കിട്ടിയ ഉറപ്പിനെ തുടർന്ന് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഈ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മരിച്ച ശിവരാമന്റെ കുടുംബത്തിന് ഇന്ന് തന്നെ ആശ്വാസധനം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. മണിക്കൂറുകൾ നീണ്ട ഉപരോധ സമരത്തിനൊടുവിൽ അധികൃതർ നടപടി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ സമരം ഉണ്ടാകുമെന്ന് തന്നെ നാട്ടുകാർ പറയുന്നു. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. പാലക്കാട് ധോണിയിൽ നാട്ടുകാരനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ വനം വകുപ്പിനെതിരെ വൻ പ്രതിഷേധമുയരുന്നത്. കാട്ടാനയെ തുരത്താൻ കൊണ്ടുവന്ന കുങ്കിയാന കാട്ടാനയുമായി ചങ്ങാത്തത്തിലായെന്നും നാട്ടുകാർ പറഞ്ഞു. വന്യമൃഗശല്യം തടയാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു.
ഭരണകക്ഷിയായ CPM തന്നെ പ്രതിഷേധത്തിനിറങ്ങിയതോടെ സമരം ശക്തമായി. ഞങ്ങൾക്ക് വിരോധമല്ല. ഈ ക്രൂരത ചെയ്ത ഉദ്യോഗസ്ഥൻ ആരാച്ച അയാളെ റിമൂവാണ്. അയാളെ ഇനി യൂണിഫോമിലോ വനംവകുപ്പിലോ കാണരുത്. ഇവിടെ 3 ദിവസമായി ഈ ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ട്, അപായം ഉണ്ടാക്കണ ആന ഉണ്ട് എന്ന് അറിഞ്ഞ് നടപടിയെടുത്തില്ല. ഈ ഓഫീസിന്റെ ചുമതല ആരാണോ അയാളുടെ പേരിൽ നടപടിയെടുക്കണം. ഇനി ഒരാളെ ശവം വീഴരുത്, അതാ ഞങ്ങളുടെ. കാട്ടാനയെ തുരത്താൻ കുങ്കിയാനയെ കൊണ്ടുവന്നിട്ടും രക്ഷയില്ലെന്ന് നാട്ടുകാർ. സ്ഥിരം സന്ദർശകനാണ് കുങ്കിയാനയുടെ അടുത്ത്. ഈ ആനയെ വനംവകുപ്പ് പിടിക്കണില്ല. ആനയെ തളയ്ക്കാൻ കൊണ്ടുവന്ന ആനയുടെ കൂടെ ഭക്ഷണം കഴിച്ച് നിൽക്കുകയാണ്. ഈ ആനയെ പിടിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഉണ്ടായ സംഭവം. എന്തിന് നടക്കാനിറങ്ങിയെന്ന് ചോദിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ മലമ്പുഴ MLA രൂക്ഷ വിമർശനമുയർത്തി. ജീവൻ പൊലിഞ്ഞു കിടക്കുമ്പോൾ അവരോട് സംസാരിക്കേണ്ട ഒരു ഭാഷയില്ലേ? അതാദ്യം ഫോറസ്റ്റുകാർ പഠിക്കണം. ജനങ്ങളിത് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഉണ്ട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്തിനാ രാവിലെ നടക്കാൻ പോയി ചോദിക്കാൻ ഇയാളാരാ? വന്യമൃഗശല്യം തടയാൻ നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. വയനാട് തിരുനെല്ലിയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാർഷിക വിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നത് പതിവായതോടെ കർഷകർ ദുരിതത്തിലാണ്. വനം വകുപ്പ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. ഒരു കാലത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് കൃഷിയെടുത്ത കർഷകനാണ് വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലിയിലെ ബാവ. വന്യമൃഗശല്യത്തെ ചെറുത്ത് 4 പതിറ്റാണ്ടായി കൃഷി ചെയ്തു വന്ന ഭൂമിയിൽ കാട്ടാനകൾ മേയുന്നത് ഈ കർഷകന്റെ ആത്മവിശ്വാസം തകർത്തു കളഞ്ഞിരിക്കുന്നു. ആ നിരാശ പ്രതിഷേധമായപ്പോഴാണ് നോർത്ത് വയനാട് DFO ഓഫീസിലെത്തി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കേണ്ടി വന്നത്. പെട്ടെന്ന് പറമ്പിലോട്ട് വന്നപ്പോൾ പറമ്പ് കണ്ടപ്പോൾ ഉള്ള അവസ്ഥയിലൊക്കെ തോന്നിയതാണ്. പെട്ടെന്ന് പറമ്പ് കണ്ടപ്പോൾ സഹിക്കാൻ വേണ്ടായി, അങ്ങനെ പോയതാണ്. ഞാൻ കടയിൽ നിന്ന് വിഷമം പിടിച്ചാൽ പോയത്. വിഷമം പിടിച്ച് DFO ഓഫീസിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ പോയത്. ബാവയെപ്പോലെ നിരവധി കർഷകരാണ് കാടിറങ്ങുന്ന കരിവീരന്മാർക്ക് മുന്നിൽ നിസ്സഹായരാകുന്നത്. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാത്തതും ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഒന്നെങ്കിൽ ഉൽപാദനമില്ല. ഇപ്പോൾ കുരുമുളകെല്ലാം പോയി, കാപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഉള്ളത് എല്ലാം കൊണ്ടായിട്ട് ആന കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒരു നിർത്തിയില്ല. ഇത് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് അവിടെ നിന്നൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരു വശത്ത് നശിപ്പിച്ച് പോയി കഴിഞ്ഞാൽ വനാതിർത്തിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കർഷകരെ വൈകാരിക പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടാതെ വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 വയനാട്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വലിയ നാശനഷ്ടമുണ്ടായി. കണ്ണൂർ ചക്കരക്കലിൽ തെങ്ങുവീണ് വീട്ടമ്മ മരിച്ചു. ചക്കരക്കൽ കണയന്നൂർ സ്വദേശി റാബിയാണ് മരിച്ചത്. കൂത്തുപറമ്പിനടുത്ത് വീട് തകർന്നു. കാസർഗോഡ് മലയോര മേഖലയിൽ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായി. മധ്യവടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോഴിക്കോട് കനത്ത മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താണു. കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി വാക്കുവയലിലാണ് സംഭവം. തയ്യിൽ സിദ്ദിഖിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു വീണത്. കനത്ത മഴയിൽ കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താണു. ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി സ്വദേശി മനോജിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താണത്. കൊല്ലം കുളത്തൂർ പുഴയിൽ വഴിയോര കച്ചവടക്കാർ നടുറോട്ടിൽ മാരകായുധങ്ങളുമായി ഏറ്റുമുട്ടി. പച്ചക്കറി വ്യാപാരികളാണ് ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ 2 പേർക്ക് പരുക്കേറ്റു. അക്രമികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതോടെ നാട്ടുകാർ ഭയന്നോടി. ഇവിടെ വ്യാപാരി സംഘങ്ങൾ തട്ടുകൾ സ്ഥാപിച്ച് ഒന്നിലധികം ഇടത്ത് കച്ചവടം നടത്തിവരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. പ്രതികൾക്കെതിരെ പോലീസ് നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്ന് ആരോപണമുണ്ട്.
ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. കോഴിക്കോട് പൂലോട് നെടുവേലിൽ നവാസാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഈങ്ങാമ്പുഴയിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന നവാസ് പച്ചക്കറി എടുക്കാൻ പുറപ്പെട്ട പിക്കപ്പ് ഗ്യാസ് സിലിണ്ടർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് പരുക്കേറ്റു. ടാറിൽ പുതഞ്ഞുകിടന്ന നായ്ക്കുട്ടിക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷകരായി. തൊടുപുഴ ആലക്കോട് CSI പള്ളിക്ക് സമീപമാണ് സംഭവം. റോഡ് പണിക്കായി ഒരുക്കിയ ടാറിൽ 2 ദിവസമായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു 3 മാസത്തോളം പ്രായമായ നായ്ക്കുട്ടി. പ്രദേശവാസി ഫോണിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നായ്ക്കുട്ടിയെ പുറത്തെടുക്കാനായത്. തുടർന്ന് മണ്ണെണ്ണ ഉപയോഗിച്ച് ശരീരത്തിലെ ടാർ മുഴുവൻ നീക്കം ചെയ്തു. ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും പണമില്ലാതെ കനിവ് തേടുകയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം. കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ കോക്കാട് വാർഡംഗമായിരുന്ന വസുമതിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ക്യാൻസർ ബാധിതയായി ഏറെ നാളായി ചികിത്സയിലാണ് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗമായ പാറവിള വീട്ടിൽ S. വസുമതി. നിർധന കുടുംബമാണ് വസുമതിയുടേത്. സർക്കാർ നൽകിയ 4 സെന്റ് സ്ഥലത്തെ കൂരയിലാണ് താമസം. കൂലിപ്പണിക്കാരനാണ് ഭർത്താവ്. 6 മാസം മുൻപാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. കിടപ്പാടം ഉൾപ്പെടെയുള്ളവ പണയം വെച്ചാണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത്. ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും ഇനി സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. ഇതുവരെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുവിധത്തിലൊക്കെ നാട്ടുകാരുടെ സഹായത്തോടെ കഴിഞ്ഞുകൂടി. ഇനിയും ഓപ്പറേഷനും റേഡിയേഷനും ഉണ്ട്. എന്നാൽ ഇനി സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കാരണം ഇനി സുമനസ്സുകളുടെ കാരുണ്യത്തോടെ മാത്രമേ എനിക്ക് മുൻപോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കാരണം എന്നെ കഴിയുന്ന സഹായം ചെയ്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനോടകം തന്നെ 8 കീമോ കഴിഞ്ഞു. കീമോതെറാപ്പിയിലെ പിഴവ് മൂലം അടുത്ത ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വസുമതി. ന്യൂസ് 18 പുനലൂർ. കൊട്ടാരക്കര KSRTC കൺസെഷൻ സെന്റർ കൃത്യമായി തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധം. പ്രവർത്തന സമയം 8 മണി മുതൽ എന്ന് ബോർഡ് വയ്ക്കുകയും തുറന്നു പ്രവർത്തിക്കാതെയും ആയതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥയിലാണ്. BJP പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. അധികൃതരെത്തി ഓഫീസ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും സമരക്കാർ തടഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിൽ 8 മണിക്ക് തന്നെ ഓഫീസ് തുറന്നു പ്രവർത്തിക്കണമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ഇടവേള. കാർഷിക കേരളം. ഓണത്തിനാവശ്യമായ പൂക്കൾ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറം വളാഞ്ചേരി നഗരസഭ. ചെണ്ടുമല്ലിയുടെ 5000-ഓളം തൈകളാണ് കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമാണ് കൃഷി. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമാവുകയാണ് വളാഞ്ചേരി നഗരസഭ. 5000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്യുന്നത്. ഓണത്തിന് പൂ പറിക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വളാഞ്ചേരി മൈലാടിക്കുന്നിലാണ് കൃഷി. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. ഇവിടെ 5000 തൈകളാണ് നടുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ നെല്ലം സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിഭവൻ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാവരും സജീവമായിട്ടുണ്ടായിരുന്നു. വളാഞ്ചേരി നഗരസഭയെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി കൃഷി ഓഫീസർ മൃദുൽ വിനോദ് പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു. തൊഴിലുറപ്പ് ജീവനക്കാർ, പ്രദേശത്തെ നാട്ടുകാർ തുടങ്ങിയവരും പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ന്യൂസ് 18 വളാഞ്ചേരി. ഉൾവനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുട്ടിപ്പഴം വീട്ടുപുരയിടത്തിൽ വിളവെടുത്ത സന്തോഷത്തിലാണ് അധ്യാപക ദമ്പതികളായ കർഷകർ. കുന്നിക്കോട് കോട്ടവട്ടത്ത് സുരേഷ് ഭവനിൽ രാജേഷിന്റെ വീട്ടുമുറ്റത്താണ് മുട്ടിപ്പഴ ദൃശ്യം ഒരുങ്ങുന്നത്. വീട്ടുമുറ്റത്തെ മരത്തിൽ രക്തവർണ്ണത്തിൽ കുലകുത്തി വിരിഞ്ഞ മുട്ടിപ്പഴം പ്രദേശവാസികൾക്കും കുടുംബത്തിനും കൗതുകമൊരുക്കുന്ന കാഴ്ചയാണ്.
ഉൾവനങ്ങളിൽ തണുത്ത പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരാറുള്ള മൂട്ടിപ്പഴം നാട്ടിൽ വിളവെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കർഷകൻ കൂടിയായ അധ്യാപകൻ രാജേഷ്. 22 വർഷം മുൻപാണ് മൂട്ടിമരത്തിന്റെ തൈ രാജേഷ് വീട്ടുമുറ്റത്ത് നട്ടത്. ഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ പരിപാലിക്കുകയായിരുന്നു. വിജയം കണ്ട സന്തോഷത്തിലാണ് രാജേഷും കുടുംബവും. 2000-ോടടുത്ത് ഇടമണ്ണ് എന്ന സ്ഥലത്ത് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഇടമണ്ണ് എന്ന് പറയുന്ന വനപ്രദേശമാണ്. ഏകദേശം ആ വനപ്രദേശത്തിൻ്റെ അടുത്തായിട്ട് വനത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു മരം നിൽക്കുന്നത് കാണുകയും അതിനകത്ത് നിറയെ കായൊക്കെ കിടക്കുന്നത് കണ്ട് അവിചാരിതമായിട്ട് അതിൻ്റെ ഒരു തൈ അവിടെ നിന്ന് കിട്ടുകയും അതിനെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് ഇപ്പോൾ 22 വർഷത്തിന് ശേഷം 20 വർഷമായിട്ട് കായ്ച്ചു എന്ന് പറയാം. ഫെബ്രുവരി മാസത്തോടെയാണ് ഇത് പൂവിടുന്നത്. കായ് പിടിച്ചു വിളവെടുക്കുന്നതിന് 5 മാസം എടുക്കും. ഇടത്തരം നെല്ലിക്കയോളം വലുപ്പമുള്ള മൂട്ടിപ്പഴത്തിന് ഔഷധ ഗുണമുണ്ട്. അച്ചാറിടാനും ഇത് ഉപയോഗിക്കാറുണ്ട്. മുൻപ് മാർക്കറ്റിൽ സുലഭമായിരുന്നെങ്കിലും ഇപ്പോൾ അപൂർവമായി മാത്രമാണ് കാണുന്നത്. ന്യൂസ് 18 പുനലൂർ. നാട്ടുനന്മയുടെ മധുരമായി കാസർഗോഡ് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചക്ക മഹോത്സവം. കാലിക്കടവിൽ നടന്ന ചക്ക മഹോത്സവത്തിൽ 130ഓളം വിഭവങ്ങളാണ് ഒരുക്കിയത്. കുടുംബശ്രീ പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ടും രുചി വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ചക്ക മഹോത്സവം. 16 വാർഡുകളിൽ നിന്നും കുടുംബശ്രീ യൂണിറ്റുകൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ 130ഓളം വിഭവങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി തയ്യാറായത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചക്ക മഹോത്സവത്തിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നല്ല സഹകരണമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. 130ഓളം വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കുടുംബശ്രീ പ്രവർത്തകർ ഇന്ന് നല്ല സജീവമായി തന്നെ 16 വാർഡുകളിൽ നിന്നും സജീവമായി കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചക്ക വിഭവങ്ങളുടെ വ്യത്യസ്തതയാണ് ഫെസ്റ്റിന്റെ പ്രത്യേകത. ചക്ക വിഭവങ്ങൾ രുചിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. ചക്ക കൊണ്ടുണ്ടാക്കിയ കേക്ക്, ഹൽവ, സ്ക്വാഷുകൾ, പായസം, പപ്പടം, ഉപ്പേരി, ഐസ്ക്രീം എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളായി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. TT ഗീത, CV ചന്ദ്രമതി, ബേബി സുലോചന, PK റഹീന, V മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 പിലിക്കോട്. തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കളമെഴുത്തുപാട്ട് ശില്പശാല വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് കടന്നമണ്ണ ശ്രീനിവാസനാണ് ഭക്തിയും കലയും ഇഴചേർന്ന കളമെഴുത്തുപാട്ട് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത്. കേരളത്തിന്റെ പൗരാണിക കലാരൂപങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് സ്കൂളിൽ കളമെഴുത്തുപാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. പഞ്ചവർണ്ണ ധൂളിൽ തീർത്ത കളവും നന്ദുണിമീട്ടിയുള്ള സ്തുതിഗീതവും വിദ്യാർത്ഥികൾക്ക് കൗതുക കാഴ്ചയായി. ക്ഷേത്രങ്ങൾ, കാവുകൾ, കോവിലകങ്ങൾ, മനകൾ എന്നിവിടങ്ങളിലും അപൂർവമായി വീടുകളിലും ഈ അനുഷ്ഠാന കല നടത്തിവരാറുണ്ട്. കേരളത്തിൽ കളമെഴുത്തുപാട്ടിന്റെ പ്രധാനികൾ കല്ലാറ്റി കുറുപ്പന്മാരാണ്. കുലവൃത്തിയായി സ്വീകരിച്ചവരാണ് കളം വരയ്ക്കുന്നത്. സർപ്പം, ഭദ്രകാളി, അയ്യപ്പൻ, വേട്ടയ്ക്കുരുമകൻ എന്നീ ദേവസങ്കല്പങ്ങളുടെ കളങ്ങളാണ് പ്രധാനമായും വരയ്ക്കാറുള്ളത്. വെള്ളപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉമിക്കരിയും മഞ്ചാടിയില പൊടിച്ച് പച്ചപ്പൊടിയും മഞ്ഞൾ, ചുണ്ണാമ്പ് എന്നിവ തിരുമ്മി ചുവന്ന പൊടിയും നിർമ്മിക്കുന്നു. ഈ പ്രകൃതിദത്ത വർണ്ണപ്പൊടികൾ ഉപയോഗിച്ചാണ് ദേവരൂപം വരയ്ക്കുന്നത്. അതിനുശേഷം നാദതന്ത്രിണി ഉപയോഗിച്ച് കളത്തിലെ ദേവരൂപത്തിനെ സ്തുതിച്ച് മലയാളം, ചെന്തമിഴ് എന്നീ ഭാഷകളിൽ സോപാന സംഗീതത്തിന്റെയും നാടൻ പാട്ടിന്റെയും മിശ്രണമായ ശൈലിയിൽ പാട്ടുപാടുന്നു. ഇതിനുശേഷം കളം മൈക്കിൽ എന്ന ചടങ്ങോടെ കളംപാട്ടിന് സമാപനമാകും. ന്യൂസ് 18 എരുമപ്പെട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുകളിലെ കഥാസന്ദർഭങ്ങൾ വരച്ച് ഒരു സംഘം ചിത്രകാരന്മാർ. കൊട്ടാരക്കര വെട്ടിക്കവലയിലുള്ള ദേശസേവാ സമിതി വായനശാല സംഘടിപ്പിച്ച ബഷീർ ഓർമ്മ ദിനത്തിന്റെ ഭാഗമായിരുന്നു ചിത്രരചന. പാത്തുമ്മയുടെ ആട്, നീലവെളിച്ചം, ബാല്യകാലസഖി, മതിലുകൾ തുടങ്ങിയ നോവലുകളിലെ കഥാസന്ദർഭങ്ങളാണ് ചിത്രകാരന്മാർ വരച്ചത്. വായനാപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചിത്രരചന. ബഷീറിന്റെ പ്രധാന കൃതികളെ ആസ്പദമാക്കി ആ കൃതികളിലെ കഥാപാത്രങ്ങളെ വായനശാലയുടെ ആർട്ട് ഗ്യാലറിയിൽ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ വായനശാലയുടെ കലാവിഭാഗം ബഷീർ കൃതികളെ അടിസ്ഥാനമാക്കി സംഗീത ആവിഷ്കാരവും നടത്തി.
വായനശാലയിൽ വരച്ച ചിത്രങ്ങൾ വെട്ടിക്കവല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കാണാൻ സൗകര്യമൊരുക്കി. വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും നിറസാന്നിധ്യമാണ് ഈ കലാകാരന്മാർ. ഈ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് കഴിഞ്ഞ വർഷം വായനവർഷാചരണവുമായി ബന്ധപ്പെട്ട് വിശ്വവിഖ്യാത സാഹിത്യകാരൻ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം നമ്മൾ ഇത്തരത്തിൽ ചിത്രാവിഷ്കാരം നടത്തിയിരുന്നു. വായനശാലയുടെ കലാവിഭാഗം സംഗീതാലാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിച്ചത് വ്യത്യസ്ത അനുഭവമായെന്ന് ചിത്രകാർ. ഓരോ ചിത്രങ്ങളും നമ്മുടെ സാധാരണ ചിത്രങ്ങളിലുപരി വളരെ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നതാണ്. ഇതിനകത്ത് പങ്കെടുത്തവർ ബിജു കൃഷ്ണൻ, അതുപോലെ ബിനു കൊട്ടാരക്കര, ശ്രീകാന്ത്, ശ്രീകുമാർ എന്നിവരാണ് ഇതിനോടൊപ്പം പങ്കെടുത്തത്. ആ ചിത്രകാരന്മാരെ എല്ലാം ഈ വായനശാല എപ്പോഴും അനുമോദിക്കുന്നതാണ്. വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുള്ള പാട്ടും വരയും പറച്ചിലും എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കായംകുളം ഞക്കനാലിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. കൃഷ്ണപുരം സ്വദേശി സുനിൽ, സഫറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. 20 പവൻ സ്വർണവും 5000 രൂപയും കവർന്നുവെന്നാണ് കേസ്. സുനിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വരവെയാണ് ഇയാളുടെ വീട്ടിൽ മോഷണം നടന്നിട്ടുള്ളത്. അയാളുടെ വീട്ടിൽ നിന്ന് 20 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും 5000 രൂപയും മോഷണം പോയിരുന്നു. ആ മോഷണ കേസിലെ പ്രതികളാണ് ഇന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 1-ാം പ്രതി സ്പൈഡർ സുനിൽ എന്നറിയപ്പെടുന്ന സുനിൽകുമാർ, 2-ാം പ്രതി അയാളുടെ മോഷണ മുതലുകൾ വിൽക്കുന്നതിനും മറ്റും അയാൾക്ക് സഹായിയായിട്ട് നിന്നിട്ടുള്ള സഫർ എന്ന വ്യക്തിയാണ്. അയാളും കായംകുളം സ്വദേശിയാണ്. ഈ സുനിൽകുമാർ ഇതിനു മുമ്പ് നിരവധി മോഷണ കേസിലെ പ്രതിയാണ്. കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, മാവേലിക്കര, കരിയിലക്കുളങ്ങര, മാന്നാർ, കുറത്തിക്കാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ 31ഓളം വാഹനമോഷണ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് സുനിൽകുമാർ. ടിയാനെ ഇന്ന് പിടിക്കപ്പെട്ടതോടുകൂടി മേനാത്തേരി, കട്ടച്ചിറ, കാപ്പിൽ, വയനകം, ഞക്കനാൽ ഭാഗത്ത് മുൻ വർഷങ്ങളിൽ നടന്ന പല മോഷണ കേസുകൾക്കും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കായംകുളം, ഓച്ചിറ, വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലെ വിവിധ കേസുകൾ തെളിയിക്കാൻ സാധിച്ചു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.